അമേരിക്കയുടെ ഹൃദയഭൂമിയായ ടെക്സസിൻ്റെ വടക്കൻ മേഖലയിൽ അവിശ്വസനീയമായ വളർച്ചയോടെ തലയുയർത്തി നിൽക്കുന്ന നഗരമേഖലയാണ് ഡാളസ് ഫോർട്ട് വർത്ത് മെട്രോപ്ലെക്സ്. ആധുനിക ബിസിനസ് കേന്ദ്രമായ ഡാളസും തനത് കൗബോയ് പാരമ്പര്യത്തിൻ്റെ പ്രൗഢി കാത്തുസൂക്ഷിക്കുന്ന ഫോർട്ട് വർത്തും ചേർന്നുള്ള ഇരട്ട നഗരങ്ങളാണിത്. 80 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഈ പട്ടണങ്ങളിലായി അതിൻ്റെ പരിസരങ്ങളിലായി പാർക്കുന്നത്. അതായത് അമേരിക്കയിലെ തന്നെ 4ാമത്തെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഡാളസ്. ആത്മീയ പൈതൃകം ആഴത്തിൽ വേരൂന്നിയ അമേരിക്കയുടെ പരമ്പരാഗതമായ ബൈബിൾ ബെൽറ്റിൻ്റെ ഭാഗമായ ഈ മണ്ണിൽ നിരവധി പ്രമുഖ ക്രൈസ്തവ ആരാധനാലയങ്ങളും നിരവധി ക്രിസ്തീയ സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. എന്നാൽ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഡാളസിന് വലിയ പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ നിന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കുടിയേറ്റത്തിലൂടെ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി പ്രവാസി സമൂഹമാണ് ഡാളസ് പരിസരങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇർവിങ്, പ്ലാനോ, ഗാർലൻഡ്, കരോൾട്ടൺ, മെസ്കിറ്റ്, ഫ്രിസ്കോ തുടങ്ങിയ നഗരങ്ങളിലായി പടർന്നു പന്തലിച്ച ശക്തമായ ഒരു മലയാളി സാന്നിധ്യം ഇവിടെയുണ്ട്. 80ലധികം മലയാളി പെന്തക്കോസ്ത് സഭകൾ സജീവമായി ഈ പട്ടണത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള മലയാളി സാന്നിധ്യം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഡാളസ് നഗരത്തിൽ സ്വന്തമായ ആത്മീയ വ്യക്തിത്വവും സേവന പാരമ്പര്യവും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു സഭയുണ്ട്, ഡാളസ് സയൻ ചർച്ച്. 4 നൂറ്റാണ്ട് മുമ്പ് ദൈവകൃപയിൽ വിശ്വസിച്ച് വെറും 7 മലയാളി കുടുംബങ്ങൾ ചേർന്ന് തുടക്കം കുറിച്ച ഒരു കൊച്ചു കൂട്ടായ്മ ഇന്ന് വളർച്ചയുടെയും ദൈവവിശ്വസ്തതയുടെയും ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലാണ്. 25ാം വാർഷികത്തിൻ്റെ ധന്യ നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ പടുത്തുയർത്തിയ മനോഹരമായ പുതിയ ആരാധനാലയത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷ ഈ വരുന്ന ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് 29-ാം തീയതി നടക്കുകയാണ്. ഈ സഭയുടെ ആത്മീയ യാത്രയുടെ നാൾവഴികളും ദർശനങ്ങളും വിവിധ പ്രവർത്തന മേഖലകളും സഭാശുശ്രൂഷകന്മാരുടെയും നേതൃത്വ നിരയുടെയും വാക്കുകളിലൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഈ പ്രത്യേക വീഡിയോ ഹല്ലേലൂയ ന്യൂസ് അവതരിപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഹായ് എവ്രിവൺ, എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ സയോൺ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററാണ്. ഇതെൻ്റെ വൈഫ് പാസ്റ്റർ അനീഷ. ഞങ്ങൾ ഒരുമിച്ച് ദൈവനാമത്തിൻ്റെ വേല ചെയ്യുന്നു ഈ സഭയിൽ. കഴിഞ്ഞ 10 വർഷങ്ങളായി ഞങ്ങൾ ദൈവസഭയിൽ ഒരുമിച്ച് ദൈവവേല ചെയ്യാൻ തുടങ്ങിയിട്ട്. add something here? We've had an incredible opportunity to serve together in this Dallas community. ഞങ്ങൾക്ക് സെർവ് ചെയ്യാൻ ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങൾ ദൈവം അത്ഭുതമായി ഈ സഭയെ നടത്തിയത് കാണുന്നത് വളരെ അനുഗ്രഹമാണ്. അനേക ആൾക്കാർ ദൈവസന്നിധിയിൽ കടന്നു വരാനും ഇവിടെ അവരെ സ്ഥാനപ്പെടുത്താനും അനേക from different language and different communities that they have come that we've been able to serve. And in the last 10 years we have started a Tamil service. തമിഴ് ഭാഷയിൽ ഒരു ആരാധന, ഞങ്ങൾ മലയാളത്തിൻ്റെ ഒരു സെപ്പറേറ്റ് ആരാധന, അതുകൂടാതെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ആരാധന ഇവിടുത്തെ പല കമ്മ്യൂണിറ്റീസിനെ റീച്ച് ചെയ്യാൻ വേണ്ടി ദൈവനാമത്തിൽ ഞങ്ങൾ തുടങ്ങി. അതിന്ന് വളരുന്നത് കാണാൻ വളരെ സന്തോഷമാണ്. അനേക ആൾക്കാരെ, ഇവിടുത്തെ തന്നെ കമ്മ്യൂണിറ്റീസുള്ള ആൾക്കാരെ ദൈവനാമത്തിലേക്ക് നേടാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം ഞങ്ങളെ നടത്തുന്നു. പല ലീഡേഴ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ വീഡിയോസും നമ്മൾ കാണുന്നതാണല്ലോ. എൽഡേഴ്സിനും പാസ്റ്റേഴ്സ് ടീമിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുമിച്ച് and together we believe at Zion Church that we are a church that will have an encounter with God and the lives will be transformed so that they can be sent out as disciples in our communities. ഞങ്ങൾക്ക് നേരത്തെ ഒരു ചെറിയൊരു ഫെസിലിറ്റി ആയിരുന്നു, പക്ഷേ ദൈവകൃപയാൽ ഞങ്ങൾക്ക് പുതിയൊരു ആലയം ദൈവം തന്നു. ആൻഡ് ഇറ്റ്സ് ബിൻ ഓൺലി 3 weeks that we have been worshiping here. ആൻഡ് അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇൻറ്റൻഷനലി ഒത്തിരി പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി എഫേർട്ട് ഞങ്ങളുടെ യൂത്ത് ടീം ആണെങ്കിലും ലേഡീസ് ടീം ആണെങ്കിലും എല്ലാ ഏജ് ഗ്രൂപ്പ്സിലെ ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ച് വന്ന് വി ട്രൈ ടു റീച്ച് ഔട്ട് ടു ദ പീപ്പിൾ ഹിയർ ഇൻ ദ സിറ്റി ഓഫ് Richardson and city of Dallas. ഈ ആലയത്തിൻ്റെ മനോഹരതം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ഞങ്ങൾ സ്തുതിക്കുകയാണ്. എല്ലാ താഴ്ചയിലും ദൈവത്തിൻ്റെ കൃപയാണ് ഇത്രത്തോളം കൊണ്ടുവന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രയർ ടീം,
ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന യങ് അഡൾട്ട്സും യൂത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ ആലയം മുഖാന്തരം ഈ പട്ടണത്തിൽ ഡാലസ് പ്രദേശത്തിൽ ദൈവം ചെയ്യും എന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾ ഡാലസ് പട്ടണത്തിലേക്ക് മൂവ് ചെയ്ത് വരികയാണെങ്കിൽ we invite you as pastors of this church, we invite you, come join us for worship. We have Malayalam that happens on Sunday mornings at 9 o'clock, English and young adults meet at 11 o'clock, and on Friday nights we have a Tamil, and also very soon we are starting our Hindi worship on Sunday nights right here at 1590 East Arapaho Road. Also we have a Frisco campus, so there are many services that your family can enjoy. Come join us, let us grow together as one family. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ഡാളസിലെ സയൺ ചർച്ചിൻ്റെ പുതിയ ആരാധനാലയത്തിലാണ്. അവർ കഴിഞ്ഞ 25 വർഷമായി ഈ പട്ടണത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സഭയായി വളർന്നു വരികയായിരുന്നു. ചെറിയൊരു ആരംഭമായിരുന്നു, എന്നാൽ ദൈവം അവരെ അത്ഭുതകരമായി വളർത്തി. ഇപ്പോൾ മനോഹരമായൊരു ബിൽഡിംഗ് അവർ പണിതിരിക്കുന്നു. അതിൻ്റെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിരിക്കുന്നു, അവിടെ ആരാധന ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജസ്റ്റിൻ സാബുവും ബോർഡ് മെമ്പേഴ്സും ഈ സഭ കടന്നു വന്ന വഴികളെക്കുറിച്ച്, അവർ പിന്നിട്ട വഴിത്താരകളിൽ നിരവധി വെല്ലുവിളികൾ ഈ സഭ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അത്ഭുതകരമായി അവരെ പരിപാലിച്ച് പട്ടണത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി മാറുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. അവർ പിന്നിട്ട വഴികളെക്കുറിച്ച്, അവരുടെ ചരിത്രം, മുന്നോട്ട് അവരെന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നൊക്കെ വളരെ വിശദമായി നമ്മളോട് സംസാരിക്കുവാൻ പോവുകയാണ്. ഈ സഭയെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ സഭയുടെ ചരിത്രം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സഭ ഡെവലപ്പ് ചെയ്യുന്നതിൽ എത്രത്തോളം പെയിൻ എടുത്താണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ സഭ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഭയാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി, പുതിയ അമേരിക്കയിലുള്ള മലയാളികളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർ ആരാധനയിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് വളരെ പുതിയ ജനറേഷന് പറ്റുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ചർച്ചും പുതിയ ബിൽഡിങ്ങും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ചർച്ചിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് അതിമനോഹരമായൊരു കോഫി ഷോപ്പാണ്. അപ്പം പുതിയ തലമുറയെ സഭയിലേക്ക് ആകർഷിക്കുവാൻ, അത് ആത്മീയത വിട്ടുകളയാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളിത് കാണുക. ഡാളസിലെ സയൺ ചർച്ചിൻ്റെ പുതിയ ആരാധനാലയത്തിനകത്താണ് 25 വർഷം മുമ്പ് ചെറിയ നിലയിൽ ആരംഭിച്ച ഈ സഭ ഇപ്പോൾ വിശാലമായ ഒരു പുതിയ ആലയത്തിലേക്ക് മാറിയിരിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടത്തക്ക നിലയിൽ ഈ സഭയ്ക്ക് വളർച്ച ഉണ്ടായിരിക്കുന്നു. ഈ സഭയുടെ ലീഡ് പാസ്റ്ററായിരിക്കുന്ന ജസ്റ്റിൻ സാബുവും ഈ സഭയുടെ ബോർഡ് മെമ്പേഴ്സും ഇപ്പോൾ എന്നോടുകൂടെയുണ്ട്. അവർ ഈ സഭയുടെ 25 വർഷത്തെ ആഘോഷങ്ങളെക്കുറിച്ചും ദൈവം അവരെ ഇത്രത്തോളം നടത്തിയ വിധങ്ങളെക്കുറിച്ചും, അതോടൊപ്പം ഈ പട്ടണത്തിൽ എന്താണ് ഈ സയൺ ചർച്ചിൻ്റെ പ്രത്യേകതകളെന്നും അവർ നമ്മളോട് വിശദീകരിക്കും. മാത്രവുമല്ല, കഴിഞ്ഞ 25 വർഷം അവർ കടന്നു വന്ന പാതയിൽ അവരുടെ ചരിത്രം കൂടെ അവർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് പാസ്റ്റർ ജസ്റ്റിൻ സാബുവിനെ ഞാൻ ക്ഷണിക്കുന്നു. ചെറിയ ആരംഭങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഇപ്രകാരം നിങ്ങളുടെ എല്ലാവരും കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. എൻ്റെ പേര് ജസ്റ്റിൻ. ഈ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞ 10 വർഷം ഇവിടെ നിൽക്കാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം, അവൻ്റെ മഹത്വത്തിനായി കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ആയിരിക്കുന്നത് ഈ ചർച്ചിൻ്റെ എൽഡേഴ്സ്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ ടീമാണ്. ഒരുമിച്ച് നിന്ന് ദൈവസഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്ന പാസ്റ്റർ ബിജു ഡാനിയൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ എൽഡറാണ്, വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ്, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ദ പാസ്റ്റർ ഇൻ ചാർജ് ഓഫ് അവർ മലയാളം സർവീസ്. ഐ ഹാവ്
Pastor Roy Thomas. He's our connections team pastor and our elders, and also one of our founding members of our church. Brother Jimon Verghese, one of our elders. ഷോൺ ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, ചർച്ചിൻ്റെ എൽഡർ ബോർഡിൽ സെർവ് ചെയ്യുന്നു. കൂടെ തന്നെ അനീഷ് എബ്രഹാം, അനീഷ് ചർച്ചിൻ്റെ ഫൈനാൻസ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവവേല ചെയ്യാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പം ഈ സമയമില്ലാത്ത ജസ്മിൻ വർഗീസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം സഹായിക്കുന്നു. ഈ സഭയ്ക്ക് 25 വർഷത്തെ ചരിത്രമുണ്ട്. എങ്ങനെയാണ് ഈ സഭ ആരംഭിച്ചത്? എന്തായിരുന്നു ആ യാത്ര? കഴിഞ്ഞ 25 വർഷങ്ങൾ ദൈവം എങ്ങനെ നിങ്ങളെ നടത്തി? ആ വിഷയങ്ങളെക്കുറിച്ച് മലയാളം വിഭാഗത്തിൻ്റെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബിജു ദാനിയൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. 1/4 നൂറ്റാണ്ടിന് മുമ്പ് 7 കുടുംബങ്ങളോടൊപ്പം ഒരു ചെറിയ ആരംഭമായിരുന്നു സയോൺ ചർച്ചിൻ്റെ തുടക്കം. ആരംഭത്തിൽ ഇതിൻ്റെ പേര് സയോൺ ഗോസ്പൽ അസംബ്ലി എന്നായിരുന്നു. ഭവനങ്ങളിലാണ് ആദ്യത്തെ ആരാധനകളൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പല റെൻറ്റഡ് ഫെസിലിറ്റീസിൽ മാറി മാറി ആരാധനകൾ നടത്തുവാൻ ദൈവം സഹായിച്ചു. അവിടെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. അതിൽ ഞങ്ങൾ പലരും വളരെ യങ് ആയിരുന്നു അന്ന്. അതുകൊണ്ട് അതിൻ്റെതായ ഊർജ്ജമുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലങ്ങളിൽ ദൈവം പല പുതിയ ആൾക്കാരെയും സഭയോടുകൂടി ചേർത്ത് അതിൻ്റെ വിപുലീകരണത്തിലേക്കും അതിൻ്റെ കാഴ്ചപ്പാടിലേക്കും ദൈവം നടത്തപ്പെടുവാനിടയായി. കടന്നു വന്ന യാത്രകളിൽ ഒത്തിരി വൈതരണികളും ഒത്തിരി ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുമുണ്ട്. എന്നാൽ ഈ സഭയെ ദൈവം ഇത്രത്തോളം നടത്തി. ആരംഭം മുതൽ ചർച്ച് തുടക്കത്തിൽ മുതൽ ഫോക്കസ് ചെയ്തിരുന്ന ചില വിഷയങ്ങളൊന്ന്, ആത്മനിറവിലുള്ള ആരാധനയ്ക്ക് ചർച്ച് ആരംഭം തൊട്ട് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ ആത്മനിറവിലുള്ള വചന ശുശ്രൂഷ ഈ സഭയിൽ എന്നും പ്രത്യേകതയോടെ നിലനിർത്തുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആരംഭത്തിൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്, വിശ്വാസികളെ അല്ലെങ്കിൽ ചർച്ചിലെ മെമ്പേഴ്സിനെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് അവരെ എക്യുപ്പ് ചെയ്യുക, അവർ അതിനുവേണ്ടി ഒരുക്കിയെടുത്ത് ശുശ്രൂഷ തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സഭ ബന്ധപ്പെട്ടിരുന്നു ആദ്യം തൊട്ട് തന്നെ. അടുത്ത തലമുറയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ആദ്യകാലങ്ങളിൽ തന്നെ നമുക്ക് ദൈവസഭയ്ക്ക് തന്നിരുന്നു. അതുപോലെ തന്നെ വിവിധ ഭാഷകളിലും വിവിധ ഗോത്രങ്ങളിലും ഇടയിലേക്ക് ഈ വളരെ ചുരുങ്ങിയ പരിമിതികളിലായിരുന്നപ്പോഴും അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ഈ ചർച്ചിൻ്റെ ഫൗണ്ടേഴ്സിനുണ്ടായിരുന്നു. ഇത്രത്തോളം നടത്തി എബനേസറായി നടത്തിയ ദൈവത്തിന് സകലമാനവും മഹത്വവും കൊടുക്കുന്നു. ഡാലസ് മെട്രോപ്ലെക്സിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചർച്ചാണ് സയൺ ചർച്ച്. ഈ ചർച്ചിൻ്റെ ഈ ലൊക്കേഷൻ, ഇതിനുള്ള സ്ഥലം, അത് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനം ഈ സഭയ്ക്ക് നൽകിയതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായി നമ്മളോട് പറയുന്നത് പാസ്റ്റർ റോയ് തോമസ് ആണ്. അദ്ദേഹവും മലയാളം വിഭാഗം ചർച്ചിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഈ ചർച്ച് ഞങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓർഗനൈസേഷൻ്റെ ബന്ധത്തിലാണ് ഞങ്ങളിത് തുടങ്ങിയത്. അന്ന് തൊട്ട് തന്നെ ഞങ്ങൾക്ക് അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യാനും അവരുടെ ലീഡർഷിപ്പുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. പല ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളിലും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലീഡർഷിപ്പ് ഞങ്ങളെ വളരെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെൻ്റൽ ഫെസിലിറ്റിയിൽ വളരെ കാലങ്ങളായിട്ട് ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്വന്തം ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പല പ്രാവശ്യവും ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സഹായത്തിന് വേണ്ടി ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലായി ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ അന്നത്തെ പ്രസ്ബിറ്റർ പാസ്റ്റർ ടോം മക്മഹനാണ്. തൻ്റെ ഒരു വിഷനായിരുന്നു ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ നോർത്ത് ഡാലസ് സെക്ഷനിൽ ഒരു മൾട്ടി എത്നിക് ചർച്ച് വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതിന് ഏറ്റവും ഉചിതമായി പുള്ളി കണ്ടത് ഞങ്ങളുടെ ചർച്ചിനെയാണ്. പക്ഷേ അദ്ദേഹം അങ്ങനൊരു തീരുമാനം എടുക്കുവാൻ ഉടനെ തീരുമാനിച്ചില്ല. വളരെ കാലങ്ങൾ പുള്ളി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരു ദിവസം തന്നെ ദൈവം ആ വിഷൻ കൊടുത്താണ് അദ്ദേഹം ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ആ സമയത്ത് പുള്ളിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം തൻ്റെ മനസ്സിൽ ദൈവം അത് തോന്നിച്ച പ്രകാരം അദ്ദേഹം എന്നെ വിളിച്ചു. ഈ അഡ്രസ്സിൽ വരണമെന്ന് പറഞ്ഞു, പാസ്റ്ററെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വെച്ച് പുള്ളിയെ വന്ന് കണ്ടപ്പോഴാണ് ഈ ഫെസിലിറ്റി, ഫസ്റ്റ് അസംബ്ലി ഓഫ് ഗോഡ് റിച്ചർഡ്സിൻ്റെ ഫെസിലിറ്റിയിലുള്ള ആ ചർച്ച് അവർ ചില ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഞങ്ങളോട് വന്ന് ഈ ചർച്ചിൻ്റെ ഈ ഫെസിലിറ്റി ഏറ്റെടുത്ത് നടത്തണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ സമീപിച്ചത്. അന്നാണ് ഈ പ്രോപ്പർട്ടി അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ തരുന്നത്. അന്ന് തൊട്ട്
ഈ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് ദൈവം വളരുവാൻ സഹായിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിൻ്റെ ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ദൈവം വളരെ വിധത്തിൽ അനുഗ്രഹിച്ചു. അതിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ ചെയർമാനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് തൊട്ട് ഉള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ദൈവം ഞങ്ങൾക്കൊരു പുതിയ ഫെസിലിറ്റി തന്നത്. അത് പാസ്റ്റർ ടോം മക്മഹാൻ്റെ ആ വിഷനോട് ചേർത്താണ് ഞങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു മൾട്ടി എത്നിക് ചർച്ചായിട്ട് ഇവിടെ ഫങ്ഷൻ ചെയ്യുവാനും വളരുവാനും ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചു. പുരാതന സംസ്കാരവും മോഡേൺ ലൈഫ് സ്റ്റൈലും ഒരുമിക്കുന്ന 2 അത്ഭുത രാജ്യങ്ങൾ, ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ. ജപ്പാനിലെ ഹിരോഷിമ, മൗണ്ട് ഫുജി, വൈബ്രന്റ് സിറ്റീസ്, ബ്രീത്ത് ടേക്കിംഗ് ലാൻഡ്സ്കേപ്സ്, പിന്നെ ലോകപ്രശസ്തമായ ബുള്ളറ്റ് ട്രെയിൻ യാത്രയും. അതിനുശേഷം സൗത്ത് കൊറിയയുടെ റിച്ച് കൾച്ചർ, ബ്യൂട്ടിഫുൾ പാലസ്, എക്സൈറ്റിംഗ് സിറ്റി ലൈഫ്, ഡെലീഷ്യസ് കൊറിയൻ ക്യുസൈൻ, സീനിക് അട്രാക്ഷൻസ്. ഓരോ നിമിഷവും പുതിയ ഓർമ്മകൾ സമ്മാനിക്കും. One journey to Wonder World. Moments you will remember for a lifetime. For more details, contact us now. ഒരു ചർച്ച് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ബിൽഡിംഗ് മാത്രമല്ല. അതിനപ്പുറത്ത് ഹൃദയങ്ങളെ തൊടുന്ന നിരവധിയായ പ്രോജക്റ്റുകൾ, പദ്ധതികൾ, ശുശ്രൂഷകളൊക്കെ ആ സഭയ്ക്കുണ്ടാകണം. പ്രത്യേകിച്ചൊരു സമൂഹത്തിൽ ഒരു സഭ നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തോട് പ്രതിബദ്ധതയോടെ ആ സഭ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സംവിധാനങ്ങൾ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് ഇവർ ഒരു സഭ എന്നുള്ള നിലയിൽ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്, മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ചെയ്യുന്നത്, സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യുന്നത് എന്ന് സഭയുടെ ബോർഡ് മെമ്പറായ ബ്രദർ ജിമോൻ വർഗീസ് നമ്മളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ യാത്രയുടെ ആരംഭം മുതൽ തന്നെ സിയോൻ ചർച്ചിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളുടെയും സമൂഹ സേവനങ്ങളോടും ആവശ്യത്തിലുള്ളവരെ സഹായിക്കുന്നതിനോടും ശക്തമായ ഒരു ഹൃദയ ഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലുടനീളം സുവിശേഷം എത്തിക്കുന്നതിനും വിവിധ സമൂഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകരുന്നതിനുമായിട്ട് സിയോൻ ചർച്ച് നോർത്ത് ടെക്സസിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷൻസ് പ്രവർത്തനവുമായിട്ട് സഹകരിച്ചു വരുന്നു. ഒരു കാലഘട്ടത്തിൽ AG മലബാർ മിഷൻ പ്രവർത്തനങ്ങളുമായും ഞങ്ങൾ പങ്കാളികളായി പ്രവർത്തിക്കാൻ കർത്താവ് സഹായിച്ചു. അടുത്ത കാലങ്ങളിൽ സിയോൻ ചർച്ച് ICPF, അതുപോലെ ഫ്രണ്ട് റണ്ണർ മിനിസ്ട്രീസ് തുടങ്ങിയ വിവിധ മിഷൻ സംഘടനകളുമായി ശുശ്രൂഷ പ്രവർത്തനങ്ങളുമായും സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. പ്രാദേശിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്നതിനായിട്ട് ഫീഡ് ദ ഹങ്കർ പ്രോഗ്രാം പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സഭ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഭക്ഷണവും ആവശ്യമായ സഹായവും ലഭ്യമല്ലാത്ത കുടുംബങ്ങളെ സഹായിക്കുന്നതിന് കർത്താവ് സഹായിച്ചു. അതുപോലെ ഈ സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് പ്രാദേശിക സമൂഹത്തെ സഹായിക്കുന്നതിനായിട്ട് റിച്ചാർഡ്സൺ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ ഡിസ്ട്രിക്റ്റുമായിട്ട് സഹകരിച്ച് ഇവിടെയുള്ള സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് ചില വർഷങ്ങളായിട്ട് സഹായിച്ചു വരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നത് പോലെ അനേക മിഷണറിമാരെ സഭയായിട്ടും വ്യക്തിപരമായിട്ടും സഹായിച്ചു വരുന്നു. അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒരു സാക്ഷ്യം എടുത്തു പറയുന്നു. ഞങ്ങളുടെ സഭ ഈ പ്രവർത്തനം പണി ആരംഭിച്ച സമയത്ത് ഞങ്ങൾക്ക് അനേക ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൈനാൻസ് എങ്ങനെയാണെന്ന് ഞങ്ങൾ ഡിസിഷൻ എടുക്കുന്ന ആ സമയത്ത് വളരെ ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇവിടെയുള്ള ഒരു സഭ, അത് മലയാളി സഭയല്ല, മറ്റു രാജ്യക്കാർ കൂടുന്ന ഒരു സഭ, അവരുടെ സഭയ്ക്ക് പണിക്ക് വേണ്ടി ഒരു സഹായം ഞങ്ങളോട് അഭ്യർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് ഫൈനാൻഷ്യലായിട്ട് ഒരു സാഹചര്യവുമില്ലായിരുന്നു. അപ്പോൾ ദേവദാസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ആ സഭയ്ക്ക് ഞങ്ങളെ ലാഭമുള്ളൊരു സഹായം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തി. ഒരു സഹായം ഞങ്ങൾക്ക് ഒട്ടും ഞങ്ങൾക്ക് അത് അഫോർഡബിൾ ആയിട്ടില്ലാത്ത സമയത്തും ഞങ്ങൾ ആ സഹായം അവർക്ക് കൊടുത്തു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ചക്കകം ഞങ്ങൾ എത്ര തുക കൊടുത്തോ അതിൻ്റെ 10 ഇരട്ടിയിലധികം ഒരു തുക ഒരു വ്യക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനിടയായി. അത് ദൈവനാമത്തിനായിട്ട് ഞാൻ പറയുന്നു. അനേക സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, സമയ ചുരുക്കം മൂലം ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. വരും തലമുറകളിൽ ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതിനും ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിനും ഒരു സഭയായി തുടരുക എന്നുള്ളതാണ് സിയോൻ ചർച്ചിൻ്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ ആദർശനവും. ഒരു പുതിയ ചർച്ച് ബിൽഡിംഗ് പണിയുക എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. എന്നാൽ ആ കാര്യങ്ങൾ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഷോൺ കുര്യാക്കോസ്, അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്,
ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്ട് മാനേജറായി വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് വളരെ ദീർഘമായി സംസാരിക്കുവാനുണ്ടാകും, എന്നാൽ വളരെ ചുരുക്കി അദ്ദേഹം നമ്മളോട് എങ്ങനെയാണ് ഈ സഭയുടെ ഈ ബിൽഡിങ്ങിൻ്റെ പ്രോജക്റ്റ് ഭംഗിയായി പൂർത്തിയാക്കിയത് എന്ന് നമ്മളോട് പറയും. Praise the Lord. It's definitely a great honor, a once-in-a-lifetime opportunity that God has bestowed upon us and helped me to be part of this building construction project. And I would like to thank God for giving us this opportunity, or giving me this opportunity. I would like to thank also the building coordinators, Pastor Roy and Anish, also for entrusting me to help with this next big thing that we had planned for Zion Church. And God did it so beautifully. It was a 40-month journey, and I want to relate that to the Israelites, how they were in the wilderness for 40 years. That's the amount of pain it took for us for this 40 months that we were part of this. In March 2023 is when we signed the contract with the architect, and that took a long time, working with the civil engineering teams, the survey teams, and the city of Richardson. Everything it took with a giant step of faith. And with God's grace, after about 22 months is when we finally got the approval from the city to start our project. And with the help of our general contractor, led by Stanley, who's part of Ebenezer Constructions, we were able to start our construction at the 22nd month of the 40-month journey. So after that, in June of 2026 is when we were able to complete the building project. And just looking back, all I can do is praise and thank God, because He placed each one of us, He's given each of us a role, and we were able to execute it. And this was completely a team effort. We had a whole backing of the Zion Church board. We had a Zion Church building committee. We had a Zion Church AV team that helped with all the AV team related items. We had a Zion Church landscaping team that helped with all the landscaping requirements. So it was totally a complete team effort. We also had the Zion interior team, also led by Brother Jeswin Varghese, and they also did an immaculate job. I'm sure you're going to see some visuals of it in this video. And I just want to take this chance to thank God completely for allowing us to see all this and see this come to fruition. Amen. സയൻ ചർച്ചിൻ്റെ ബിൽഡിംഗ് പ്രോജക്റ്റിൻ്റെ ഫൈനാൻസ് ഡയറക്ടറായിരുന്നത് തിരുവല്ല സ്വദേശിയായ അനീഷ് ഏബ്രഹാമാണ്. ഒരു ചർച്ചിൻ്റെ ബിൽഡിംഗ് പണി പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പത്തിക വശം വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ കാര്യങ്ങൾ വളരെ വിശ്വസ്തയോടെ നിർവഹിച്ച ബ്രദർ അനീഷ് ഏബ്രഹാം എങ്ങനെയാണ് അവർ പണം കണ്ടെത്തിയത്, എങ്ങനെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു, ദൈവം എങ്ങനെ അവരെ സഹായിച്ചു, ആ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നു. By God's grace, we were able to set forth and take a step of faith in this project. 2021, we, as a board, as a church, decided to move forward with construction, whether it was to buy a new another building or was to construct. From that moment on, we prayed to God, and God gave us a promise, and the promise was expansion. And we believed in that. From a financial standpoint, as the church treasurer, as the one of the treasurers for the project, along with Brother Louis, we were able to kind of look into our finances. We were not in a place of financial stability. We were not in a place to get a loan from any banks. We kind of took a step in faith. And as we took a step in faith, we've really learned many things, many lessons along the way to trust God. And every step of the way, whether every milestone where we were about to get to, we prayed to God, and God opened the door. Whether it was from the bank, whether it was from the internal donations, from external donations, God opened up many doors at the right time. Many doubts, many uncertainties throughout the process, but as a board, as a church, as a community leaders, we realize that when God is in control and when He has His promises out there, and if we have faith and we believe in Him, that He will open the door.
We were able to get our loan. We were able to get a good donation from within the church, from our community leaders within the city of Richardson, city of Dallas. The many members from other churches were able to donate, and because of those generous contributions, God was able to open the door for every process to be paid, to be able to come to a completion of each milestone that we were encountering at the time. And to God be all the glory. ഡാളസിലെ സയൺ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25 വർഷങ്ങളായി ഈ സഭ ഈ പട്ടണത്തിൽ ഒരു അനുഗ്രഹമായി നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയുടെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് യുവജനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ച് സഭയുടെ എല്ലാ ക്രമീകരണങ്ങളും അവർ നമ്മുടെ ഒരു സാധാരണ മലയാളി ചർച്ചിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനോഹരമായി മാറ്റിയിരിക്കുന്നു. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഈ സഭ പിന്നിട്ട വഴിത്താരകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാനുണ്ട്. പാസ്റ്റർ ബിജു ദാനിയേൽ ആ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മളോട് വിശദീകരിക്കുന്നു. അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ പരിമിതമായ അംഗങ്ങളോടുകൂടി ആരംഭിച്ചെങ്കിലും ഘട്ടങ്ങളായി ദൈവം ആ ദർശനത്തോട് യോജിപ്പിക്കുന്ന അനേകരെ ദൈവം ഈ സഭയിലേക്ക് അയക്കുന്നതിനിടയായി തീർന്നു. അനേക ഘട്ടങ്ങളിലൂടെ ദൈവം കടന്നുപോയപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അനുയോജ്യരായ വിദൈവാസന്മാരെ യുവജനങ്ങളെയൊക്കെ ദൈവം സഭയോട് അടുപ്പിച്ചു. ഞാൻ ഓർക്കുകയാണ്, ബിൽഡിംഗ് പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്ന ഘട്ടത്തിൽ കെസ്റ്റർ ആദ്യമായി അമേരിക്കയിൽ കടന്നു വന്നപ്പോൾ കെസ്റ്ററിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അന്ന് അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു. അന്നായിരുന്നു നമ്മുടെ ബിൽഡിംഗ് പ്രോജക്റ്റിൻ്റെ ഫണ്ടിങ്ങിൻ്റെ തുടക്കം. അത് ഡാളസിൽ അതൊരു ഇവൻ്റ്, നല്ലൊരു ഇവൻ്റായിട്ട് നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേക അങ്ങനെയുള്ള സജീവമായ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തപ്പോഴും തക്കതായ സമയത്ത് ദൈവം അനുയോജ്യനായ ആൾക്കാരെ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ജസ്റ്റിനെ 10 വർഷം മുമ്പ് ഈ സഭയിൽ യൂത്ത് പാസ്റ്ററായിട്ടാണ് അദ്ദേഹം ഇവിടെ കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 20s ലീഡ് പാസ്റ്ററാക്കിയപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ സഭയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് കടന്നു വന്നു. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിങ്ങും മറ്റും ചോദ്യങ്ങൾ ചെയ്ത ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. തുറന്ന് പറയുന്നതിൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, സഭയ്ക്ക് പുറത്തുള്ളവർ. പക്ഷേ അടുത്തൊരു ജനറേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അന്നത്തെ ലീഡർഷിപ്പ് അക്കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഒരു വിശാലമായ കാഴ്ചപ്പാട് ദൈവം ഹൃദയത്തിൽ തന്നു. അതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുമ്പോൾ തികച്ചും ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയം തുളുമ്പുന്ന സന്തോഷത്തോടുകൂടിയായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ടവരെല്ലാം പാസ്റ്റർ ജസ്റ്റിൻ ആകട്ടെ, ഷോൺ ആകട്ടെ, അനീഷ് ആകട്ടെ, അതുപോലുള്ള മറ്റ് ചില യങ്സ്റ്റേഴ്സ് രാപകൽ അല്ലെങ്കിൽ അവരുടെ എല്ലാ ജോലി സൗകര്യങ്ങളും മാറ്റിവെച്ച് ഇതിനുവേണ്ടി കഴിഞ്ഞ 1.5 വർഷക്കാലം ഓടിയതും അധ്വാനിച്ചതും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിവിടെ ദൈവസന്നിധിയിൽ സ്മരിക്കുകയാണ്. ദൈവവരത്തെ കുടുംബങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചിൽ വളർന്നു വന്ന യുവജനങ്ങൾ നല്ലൊരു ഭാഗവും ഈ പ്രത്യേകിച്ച് നമ്മുടെ പല സഭകളിൽ നിന്നും ഒരു ഘട്ടമാകുമ്പോൾ യുവജനങ്ങൾ സഭ വിട്ട് ഇംഗ്ലീഷ് ചർച്ചുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ നിന്നു. ഇതിനിടയ്ക്ക് ചർച്ചിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ചർച്ച വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയി സ്പ്ലിറ്റ് നേരിട്ടുണ്ട്. അതിൻ്റെ എല്ലാ നടുവിലും ഈ നമ്മുടെ ചർച്ചിൽ വളർന്ന കുഞ്ഞുങ്ങൾ നമ്മളോട് കൂടി നിന്നു, നമ്മുടെ കാഴ്ചപ്പാട് ഉൾപ്പെടുത്തുകൊണ്ട് തക്ക സമയത്ത് ദൈവം അനുയോജ്യരായ വ്യക്തിത്വങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇന്ന് അതിൻ്റെ എല്ലാം പരിണിതഫലം കാണുവാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ കാണുവാനും ദൈവം ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും സകലമാനവും കർത്താവിന് കൊടുക്കുകയും ചെയ്തു. പാസ്റ്റർ ബിജു ദാനിയേൽ ഓർപ്പിച്ചതുപോലെ ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് മലയാളി സഭകൾക്കുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ, ലീഡ് പാസ്റ്ററായിട്ട് ഈ സഭയിലുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റർ ജസ്റ്റിൻ സാബുവിൻ്റെ ആ എനർജറ്റിക് ആയിട്ടുള്ള നേതൃത്വം ഈ സഭയ്ക്ക് നൽകുന്ന ഒരു വ്യത്യസ്തമായ ഒരു വൈബ് നൽകുന്നു എന്ന് പുതിയ ഭാഷയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഈ സഭ പുതിയ ഒരു തലമുറയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷേ ജസ്റ്റിൻ സാബു ഈ സഭയെ ഏത് തലത്തിലാണ് നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പുതിയ ഫെസിലിറ്റി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പട്ടണത്തിൽ ഈ സഭയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? പക്ഷേ ജസ്റ്റിൻ സാബു അവസാനമായി നമ്മളോട് ചില വാക്കുകൾ പറയുന്നു. ഒരു കുടുംബമായി കടന്നു വരാനും ദൈവസന്നിധിയിൽ നിൽക്കാനും സഭയ്ക്ക് ആ ദർശനത്തിൻ്റെ ഒത്തുവരാനും നൽകിയ ഈ കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ശരീരത്തിൽ
പല അഭയങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒരേ പർപ്പസിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈവസഭയ്ക്കകത്തും ഇവിടെ ആയിരിക്കുന്ന പല മിനിസ്ട്രികളുണ്ട്. നമുക്ക് മലയാളം മിനിസ്ട്രി, തമിഴ് മിനിസ്ട്രി, അറ്റ് ദ സെയിം ടൈം ഹിന്ദിയുടെ ഒരു ആരാധന ഫ്രിസ്കോ എന്ന് പറയുന്ന പട്ടണത്തിൽ ഞങ്ങൾക്ക് നോർത്ത് ഡാലസിലുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ വരുന്ന ദിവസങ്ങൾ ഞങ്ങളതിൻ്റെ പ്രാർത്ഥിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ഹിന്ദിയുടെ ഒരു ആരാധന ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതുപ്രകാരം പല മീറ്റിങ്സ് യങ് അഡൾട്ട്സിൻ്റെ ആകട്ടെ, യൂത്തിൻ്റെ ആകട്ടെ, കിഡ്സിൻ്റെ ആകട്ടെ, സിസ്റ്റേഴ്സിൻ്റെ ആകട്ടെ, മിഷൻസിന് വേണ്ടി ആകട്ടെ, പല കാര്യങ്ങൾ ദൈവം ഇവിടുന്ന് തന്നെ ആരംഭിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശരീരത്തിൽ പല അഭയങ്ങളുണ്ട്, അതെല്ലാം ഒരേ പർപ്പസിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഞങ്ങളുടെ എൽഡേഴ്സ്, ഞങ്ങളുടെ പ്രെയർ ടീം, ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് എനർജി മാൻഷൻസിലാണ് അവർ കടന്നു വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരേ പർപ്പസാണ്. സയോൺ ചർച്ചിൻ്റെ ഒരു ദർശന പ്രകാരം വി ബിലീവ് ദാറ്റ് വി ആർ എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് ദാറ്റ് വാണ്ട് ടു എൻകൗണ്ടർ ജീസസ്, ബി ട്രാൻസ്ഫോംഡ് and also send people out as disciples and evangelists in our community. ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തു യേശു കർത്താവ് വരാൻ താമസം ആണെങ്കിൽ പോലും ഈ ഒരു സമയത്തിൽ ആസ് എ ചർച്ച്, ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ ഫാമിലി വി വാണ്ട് ടു ബി ഹാർവെസ്റ്റേഴ്സ് ഇൻ ഗാഡ്സ് കിങ്ഡം. 2 ആഴ്ചകൾക്ക് മുമ്പേ ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് ഈ ആലയത്തിൽ കയറിയെങ്കിലും ഈ മാസം ഓഗസ്റ്റ് മാസം 29-ാം തീയതി സാറ്റർഡേ, ശനിയാഴ്ച 5 മണിക്ക് ഞങ്ങൾ വീണ്ടും ഒരു കുടുംബമായി കടന്നു വന്ന് ഈ ആലയം ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ പോവുകയാണ്. നിങ്ങളേവരും ഡാലസ് പട്ടണത്തിലാണെങ്കിൽ കടന്നു വരിക. ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ സയോൺ സഭയോടുകൂടെ ഈ സെലിബ്രേഷൻ്റെ ഭാഗമായി തീരാൻ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആസ് എ പാസ്റ്റർ ഓഫ് ദ ചർച്ച്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി സൺഡേ മോർണിംഗ് വിൽ ബി ആർ ലോഞ്ച് സൺഡേ. രാവിലെ 9 മണിക്ക് മലയാളം സർവീസ്, 11 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരാധിക്കാൻ പോവുകയാണ്. വി ഇൻവൈറ്റ് ഓൾ ഓഫ് യു. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം, ഇഫ് യു ആർ പ്ലാനിങ് ഓൺ റീലൊക്കേറ്റിംഗ് ടു ഡാലസ്, join us, be one of our guests. God continue to bless you. Hey everyone, my name is Justin. I'm the pastor here at Zion Church. I want to introduce today the founding members of Zion Church. About 25 years ago, few of our families came together and founded this beautiful church. And now let me start off with Pastor Roy Thomas and Sister Sally and Reggie John and Sally, Abraham Matthew and Aji, Brother Thomas Jacob and Sally, Pastor Biju Daniel and Sister Ruby. We're also missing few of our folks here, Brother Thomas Paul and Sister Annie, and also Sister Cicely James. We're so thankful for these beautiful families that came together about 25 years ago to plant a seed, which is Zion Church. Hi, my name is Reggie John, and my wife Sally's right there, and there are all the beautiful, wonderful families that are here. That it was around the beginning of the millennium in 2000, as we turned into 2000. Many things were being shut down because of the scare that was going on because of the Y2K, and that is the time when the Watch Night service in the church that we were attending was not going on, and so 7 families got together at our home in Rowlett, and we started with a Watch Night service, and then we continued on because the presence of God was so mighty in that place, and we loved the unity, we loved the fellowship that was there between the families, and we continued in that format for some time, and then we decided to really invest into a church, and the others will take care of the rest of what happened. എൻ്റെ പേര് ലൂയി. സയോൺ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തികച്ചും സമ്മിശ്ര വികാരത്തോടെയാണ് ഈ സമയം കാണുന്നത്. ചെറുപ്പക്കാരായ ഞങ്ങൾ കുറച്ച് പേര് ആരംഭിച്ച ഈ പ്രവർത്തനം അതിൻ്റെ പുതിയ പൂർത്തീകരണത്തിലേക്ക് അതിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വരുന്നത് കാണുന്നത് വളരെ വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയധികം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലം കാണുവാൻ ദൈവം സഹായിച്ചത് വളരെ സന്തോഷമുണ്ട്. ഒരു മലയാളി ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ യങ്ങായിട്ടുള്ള ഒരു പാസ്റ്ററെ ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരുപക്ഷെ മലയാള പെന്തിക്കോസ്റ്റ് ചർച്ചിൽ
ആദ്യമായിട്ടായിരിക്കും ഒരു 20s ഒരു സീനിയർ പാസ്റ്ററെ അപ്പോയിൻ്റ് ചെയ്തത്. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ, അവരെ ദൈവസഭയുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുവാനൊക്കെ ദൈവം സഹായിച്ചു. ആ ഒരു പുതിയ ഒരു ചാപ്റ്റർ കാണുവാൻ ദൈവം സഹായിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ സങ്കടകരമായ ഒരവസ്ഥയും, ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പിതാക്കന്മാരെ ഞങ്ങളിൽ നിന്ന് വിട്ട തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി, അതിൻ്റെ ഒരു സങ്കടം. അതുപോലെ തന്നെ ഇന്ന് ദൈവം വലിയൊരു സഭാ ഹോള് തന്നപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ കാണുമ്പോൾ ഒരു ആത്മഭാരം, ഈ പ്രദേശത്ത് നിന്ന് ദൈവം അനേകരെ ദൈവം സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു ഭാരം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. I joined Zion approximately 4, 5, almost 6 years ago. Goodness. It's 6. 6 years ago. As a result of my wife coming to Dallas on a whim, having saw a portion of a song that was sung in multiple languages, The Blessing, that was the song that was produced, and they were part of the church and said, hey, this is a church in Dallas, I'm going to go check it out. I was working at the time in the military. I was like, okay, let me know how it turns out. Comes back and says, well, I liked it, but I'm going to reserve time. But I think you might want to come take a look at it. And so some time goes by. I can't tell you how long. Slept many times since then. And eventually I make it out here. Meet the pastor. Fell in love with the church, how it was run, the people, the community, even though some people said I couldn't pronounce their name whenever I first met them. But I try, and I have a bit of an empathetic ear, so whenever I go to India, I tend to pick up an accent that I never had before. But I love the community. I love the togetherness. I love the openness, sometimes good or bad, that we share with one another, and so that we can better utilize prayer as a weapon against the enemy. So yeah, I saw that in the initial stages, right off the bat, and invited the pastor to come out to our house. Little did he know he was being interviewed, but it was all in good faith and good fun. Took him fishing, actually, of fish, not of men at the time, but still, we did that, had a good time, got to know each other as families and friends. And then, daughter graduated another year in high school, and we said, you know what? I've retired from the military. I have no need to be here in this state. Wife was still traveling, and said, let's move to Dallas. Of course, that was not my idea. It was definitely hers. And from then on, we never looked back and been a blessing ever since. Yeah, and so I definitely remember during COVID, we were looking online on YouTube, and we saw the song The Blessing that was being sung by a lot of young people, and they looked Indian actually, and we had been part of churches that were in the south, in the southern part of the United States, and many of them were traditional white southern churches. And so when I was looking through the videos, we came across a sermon from Pastor Justin talking about victory in Jesus. And because of the sermon and the emphasis on the Holy Spirit, I was very attracted to come and visit the church. And the first time we came to visit, we were in a very small building, small number of people in the church, and we were very surprised to see that the church was actually very vibrant and thriving in the community within the church, including Pastor Biju and his family. They all welcomed us, and they wanted to know when we were moving to Dallas. And we had no intention of moving to Dallas at the time, but we went back, and I kept listening to the sermons, and we kept talking with
my husband, and because my son had moved to Dallas, and we had some idea about potentially could it be that we could move here, and the church was so attractive to us, we kept coming. And it was really the Spirit of God, as well as combined with the fact that there were a tight-knit group of believers who happened to be of Indian origin, but what we were attracted to was their spirit, their passion, their faith, their desire to grow their families and grow the church. And we learned more about the history of the church. We also became invited to a lot of their homes, and in doing that we realized that this was the community that we were hungry for. And when we moved here, not only did they accept me because I was Indian, but they really accepted James into their families. He was really drawn to all of the ministries and ICPF and all of the medical missions. And he started visiting India more frequently with a lot of the families. And many times they welcomed him like a little brother or big brother. And it became the community that we really seek out. And we look forward to coming to church every Sunday. We feel that this is our home. We're very proud of what God has done, in the church, built the church and built it on the, the belief of the families that started the church, and including, Pastor Viju's dad and his mom, who used to come and sit here, and we believe that their prayers and their blessings are bringing us forward, and we're raising a new generation of believers. So we're very excited and thrilled, and we believe every chair is going to be filled with believers of all nations and all tongues. And we're just so grateful for what God is doing at Zion Church. Hi everyone, welcome to Z Kids. My name is Mahima Joseph and this is Blessy Verghese, and we serve as the Z Kids Sunday School directors here at Zion Church. Z Kids is a place where kids come to worship together, learn the Word of God, learn the love of Christ. We welcome all of your kids to come here every Sunday, 10 o'clock for the older kids and 11 a.m. for the younger children. Zion Church's pre-K class is adults. നമ്മുടെ മെയിൻ സാങ്ച്വറിയിൽ വർഷിപ്പ് നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ഉത്തരവാദിത്തം നമ്മൾക്ക് നിക്ഷിപ്തമായതുകൊണ്ട് ഇവിടെ പ്രീ-കെ ഏജിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്ന ആ സമയത്ത് അവർ ദൈവവചനം പഠിക്കാൻ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കൊച്ചുകുട്ടികൾക്ക് അവരുടെ ആ പ്രായത്തിനനുസരിച്ച് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ബേർഡൻ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നത് അനുസരിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രത്യേക കരിക്കുലം ഡെവലപ്പ് ചെയ്തിട്ട് അതാണ് അവരെ പഠിപ്പിക്കുന്നത്. അവർ ഇൻ്ററാക്റ്റീവായിട്ട് അവർക്ക് ക്രാഫ്റ്റ്സ്, അവർക്ക് ബൈബിൾ ലെസണ്, അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തലത്തിൽ നമ്മൾ അവരെ അഭ്യസിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാസ്റ്റർ ജിജോ, സയൻ ചർച്ചിൻ്റെ മലയാളം മിനിസ്ട്രിയുടെ ഭാഗമായിരിക്കുന്നു. കഴിഞ്ഞ 20-ൽ പരം വർഷമായി ഈ സഭയുടെ ഭാഗമായിരിക്കാൻ എനിക്കും കുടുംബത്തിനും സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ സയൻ സഭയുടെ യാത്രയിൽ ഒരു സഹയാത്രികനായി ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തയും അനുഭവിക്കാൻ ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ടുണ്ട്. യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി, ദർശനത്തിൻ്റെ പൂർത്തീകരണമായി ഒരു ആലയം, മനോഹരമായ ആലയം ദൈവത്തിൻ്റെ സമയത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇനിയും വരും കാലങ്ങളിൽ ഈ ആലയം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഒരു പ്രതിഫലനമായി മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി വരും കാലങ്ങളിൽ ഈ റിച്ചർഡ്സൺ സിറ്റിയിൽ ദൈവത്തിൻ്റെ ഒരു ദീപമായി, ജ്വലിക്കുന്ന ദീപമായി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, ദൈവജനത്തിൻ്റെ ആത്മീയ പുരോഗതിക്കും ഈ സ്ഥലത്തെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ആത്മീയ സമവാക്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആത്മാവിൻ്റെ കേന്ദ്രശക്തിയായി തീരുവാൻ സയൻ സഭയ്ക്ക് ദൈവം സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും 9 മണിക്ക് ഞങ്ങളുടെ സർവീസ് മലയാളത്തിലുണ്ട്. ശനിയാഴ്ചകളിൽ വൈകിട്ട് 7 മണിക്ക് ഉള്ള സർവീസുമുണ്ട്. ഈ സഭയെ ദൈവം ധാരാളമായി വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവവചനം പറയുന്നത് പോലെ സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവന് സർവ്വമാനവും മഹത്വവും കരയറ്റുന്നു.
Hi, I'm Pastor Stephen. I'm the leading pastor of Frisco campus. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം ഈ റിച്ചർഡ്സൺ പട്ടണത്തിൽ നൽകി തന്നു. അതോടൊപ്പം തന്നെ ഫ്രിസ്കോ എന്ന പട്ടണത്തിൽ ചർച്ചിൻ്റെ വിഷനും പ്രാർത്ഥനയാലും നമുക്കൊരു പുതിയ വർക്ക് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം ഇടയാക്കി. അനേകരോട് സുവിശേഷം പറയുവാനും ഒത്തിരി ഔട്ട്റീച്ചുകൾ നടത്തുവാനും ദൈവത്തിൻ്റെ സ്നേഹം ആ ദേശത്ത് പകർന്നു കൊടുക്കുവാനും ദൈവം ഇടയാക്കുന്നു. എല്ലാ സൺഡേയ്സും ഈവനിങ് 5 PM നമ്മളവിടെ കൂടി വരുന്നത്. ഫ്രിസ്കോ പട്ടണത്തിലോ അതിൻ്റെ ചുറ്റുവട്ടത്തിലോ ആയിരിക്കുന്ന ആർക്കെങ്കിലും ഈ മിനിസ്ട്രിയുടെ ഭാഗവാക്കാകണമെങ്കിൽ ദയവേത് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. என் பெயர் பிளெசன் பால். கர்த்தரும் இரட்சகருமாகிய இயேசு கிறிஸ்துவுடைய நாமத்தில் எங்களுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறோம். ஜயன் சபையின் சார்பாகவும் எங்களுடைய தமிழ் போதகர் பாஸ்டர் பெட்சன் அவர்களுடைய சார்பாகவும் நான் உங்களுக்கு எங்களுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். நான் இங்கே ஒரு கோஆர்டினேட்டராக, தமிழ் சர்வீஸினுடைய கோஆர்டினேட்டராக நான் இங்கே சேவை செய்து வருகிறேன். இங்கே கர்த்தருடைய பெரிய கிருபையால் பல குடும்பங்களை ஆண்டவர் எங்களோடு சேர்த்து வருகிறார். கடந்த வருடத்தில் எங்களோடு 7 குடும்பங்கள் சேர்ந்து ஆராதித்து வருகிறோம். DFW பகுதியில் உள்ள தமிழ் நெஞ்சங்கள் எங்களோடு சேர்ந்து ஆராதிக்க விரும்புகிறவர்கள் ஃப்ரைடேஸ் எங்களோடு சேர்ந்து நீங்கள் ஆராதிக்கலாம். கர்த்தருடைய நாமம் மகிமைப்படுவதாக. Greetings, Zion Church family. Greetings to you all. I'm truly proud and honored to be part of Zion Church. We are blessed with outstanding leadership and faithful, committed pastors who have led this church with vision, dedication, and heart for God. This is truly a season of celebration. God has graciously blessed us with beautiful, brand new church building. And at the same time, we are celebrating the 25th anniversary of Zion Church. What began as a humble ministry with a great vision has gone into the vibrant church through the God's faithfulness and prayers and sacrifice of many. On behalf of my family, and also in my role as National Secretary of PCNAC 2028, I extend my heartfelt congratulations, prayers, and best wishes to our church family. May God continue to bless Zion Church abundantly, guide our pastors and leaders with wisdom, and prosper every future endeavor. May the Lord continue to multiply our ministry, strengthen our unity, and use Zion Church to impact the countless lives for His glory. Congratulations on this wonderful milestone. May God bless Zion Church abundantly. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ 25 വർഷമായി റിച്ചർഡ്സൺ സിറ്റിയിൽ ഒരു വിളക്കായി ശോഭിച്ച സയോൺ ചർച്ചിന് ദൈവം ദാനമായി തന്നതായ ഈ മനോഹരമായ സാങ്ച്വറി കാണുമ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷം കൊണ്ട് നിറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ICPF USA-ക്കും AGIFNAയ്ക്കും വളരെ സപ്പോർട്ടീവായി നിന്ന ഈ ചർച്ച് പല പ്രാവശ്യവും ഇവിടെ ICPF-ന്റെയും AGFNAയുടെയും മീറ്റിങ്ങുകൾ നടക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഇത്തരുണത്തിൽ ആ 2 പ്രസ്ഥാനങ്ങളുടെയും സന്തോഷവും അനുഗ്രഹ ആശംസകളും അറിയിക്കുന്നു. ദൈവം ധാരാളമായി സയോൺ ചർച്ചിനെ ഈ ഡാളസ് പ്രദേശത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hi, my name is Pradeep Jacob. My wife Shannon and I help with the young adults ministry here at Zion Church. We also have Pastor Jerry Verghese who helps out with our youth. Some exciting things that we are doing here at Zion Church in terms of young adults and our youth. We meet every other Wednesday for our Bible studies where we go through Luke and Acts, and our youth does Zith every other Friday. We are very passionate about encountering individuals who are not in faith, where we are having a desire to reach lost souls. We also have a desire for missions and reaching the city around us
even the schools around us to help with backpack ministries and different things like that. So we're really excited for what God is doing in and through the young adults and the youth of Zion Church. We're excited for what God has in store. Hi, my name's Alicia. This is Bridge Coffee. Our mission is to support the community and the people around us through coffee and service. So we're so excited. Yay! I'm getting it. Okay.